അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ടതിനു പകരം, അള്ളാഹുവിനോട് മാത്രം സഹായം തേടേണ്ടതിനു പകരം അള്ളാഹു അല്ലാത്ത മഹാന്മാരെ, മഹത്തുക്കളെ ഇടയാളന്മാരായി, ഏതുപോലെ രോഗം വരുമ്പോ ഡോക്ടർ അടുക്കൽ പോയി മരുന്ന് വാങ്ങുന്നത് പോലെ, നിങ്ങൾ ആരെയാ സുഹൃത്തുക്കളെ, ആരെയാ പണ്ഡിതന്മാരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? രോഗം വന്നാൽ അത് രോഗം റബ്ബിന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിന് വിധേയമായാൽ ആ രോഗം ഇറക്കിയ റബ്ബ് തന്നെ അതിനുള്ള ശമനം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണേ, തദാവൂ, നിങ്ങൾ ചികിത്സിക്കണേ. കാരണം അള്ളാഹു ഒരു രോഗവും ഇറക്കിയിട്ടില്ല ആ രോഗത്തിനുള്ള ശമനവും ഉണ്ടായിട്ടല്ലാതെ. ആര് ആ ശമനത്തെ കണ്ടെത്തുന്നുവോ അവൻ കണ്ടെത്തുകയും, ആര് മനസ്സിലാക്കുന്നുവോ അവൻ മനസ്സിലാക്കുകയും, ആര് മനസ്സിലാക്കാതെ അവ്യക്തമായി പോകുന്നുവോ അത് അവ്യക്തമാക്കപ്പെടുകയും ചെയ്യുമെന്ന് ലോകത്തെ പഠിപ്പിച്ചത് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഡോക്ടർ അടുക്കൽ പോയി മരുന്ന് വാങ്ങി അത് കഴിച്ചിട്ട് അതോടുകൂടി ശമനം കണ്ടെത്തി അതിൽ വിശ്വാസം അർപ്പിച്ച് മാറി നിൽക്കുകയല്ല, മറിച്ച് അതിനു പകരം രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പരിപൂർണമായി ശിഫ നൽകണേ എന്ന പ്രാർത്ഥന കൂടി നിർവഹിക്കുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ ആ വിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നത്. എന്നിട്ട് ന്യായം പറയാണ്. അതേപോലെയാണ് മഹാന്മാരായ ആളുകളെ, മഹത്തുക്കളായ ആളുകളെ, മരിച്ചുപോയവരെ വിളിച്ചു തേടുന്നത് ആ അള്ളാഹുവിനോടുള്ള ആരാധന പോലെ തന്നെയാണ്. അതിന് തെളിവുണ്ടാക്കാൻ ഏതൊരു മനുഷ്യന്റെയും ജീവനാടിയേക്കാൾ അവനോട് അടുത്തവനാണ് നാമെന്ന് ആ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോ ആ റബ്ബിൽ നിന്ന് ഈ അടിമകളെ പതുക്കെ അകറ്റി മാറ്റിക്കൊണ്ടുപോവാൻ